മന്ത്രി വി ശിവൻകുട്ടി ഭാരതാംബയെയും ഗവർണറെയും അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതമാതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ ഭാവിക്കൊടിയെയും ഭാരതാംബയെയും അപമാനിക്കുക, ഭാരതത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ചരിത്രങ്ങളിൽ പുരാണങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാവിക്കൊടിയെ അവഹേളിക്കുക, പല ഭരണാധികാര അല്ലെങ്കിൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ കേരളത്തിലെ ചില മന്ത്രിമാരും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം ഭാരതത്തിൻ്റെ സംസ്കൃതിയെ, ഭാരതത്തിൻ്റെ മൂല്യങ്ങളെ ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇനി കലൂർ ജംഗ്ഷനിൽ ജനകീയമായിട്ട് ദേശീയഗാനം പാടി, ദേശീയ ഗീതം പാടി, ഭാരതാംബയെ സ്മരിച്ചുകൊണ്ട് നാം എല്ലാം ഭാരതത്തിൻ്റെ മക്കളാണ്, ഭാരതീയരായിട്ടുള്ള നാം ഓരോരുത്തരും ഓരോ ഇന്ത്യക്കാരും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരുമാണ് നമ്മുടെ ഭാരതത്തിൽ ഉയർന്നു പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരിപാടികളുമായി നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. നാം ഓരോ ദിവസവും പ്രതിജ്ഞ കൊള്ളുന്നത് നാം ഭാരതീയരാണ്, നാം ഓരോ ഭാരതീയരും സഹോദരന്മാരാണ് എന്ന പ്രതിജ്ഞ കൊള്ളുമ്പോൾ അവിടെ ഒരു സ്ഥലത്തും ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വർഗീയതയുടെ ഏതെങ്കിലും ഒരു രാജനയം കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതെല്ലാം അപമാനിക്കുമ്പോൾ ഏതോ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഏതോ ചില രാഷ്ട്രീയ വിദൂരങ്ങളിൽ നിൽക്കുന്ന ഏതോ ചില തീവ്രവാദ ശക്തികളുടെ പ്രേരണ കൊണ്ട് കേരളത്തിൻ്റെ സമാധാനം, കേരളത്തിൻ്റെ ഐക്യം, കേരളത്തിൻ്റെ സഹോദര്യം തകർക്കുവാൻ വേണ്ടി കേരളത്തിലെ ഭരണത്തെ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ശ്രമിക്കുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന കലൂർ ജംഗ്ഷനിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീനിവാസ് അദ്ദേഹത്തെ എത്തിക്കുകയാണ്. അതോടൊപ്പം ഇനി ചടങ്ങിൽ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം കൗൺസിലർമാരുടെ ഭരണകാലം സംസ്ഥാന പ്രസിഡന്റിന്റെ കൺവീനർ അഭിരാജേട്ടൻ, ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയ പ്രശാന്ത് ശ്രീനിവാസൻ, വൈസ് പ്രസിഡന്റ് രമാദേവി, ഡയറക്ടർ ഡോക്ടർ ജലജ ആചാര്യ, യുവമോർച്ചയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി ശ്യാം ഉൾപ്പെടെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ സംസാരിക്കുന്നു. ഭാരതാംബയെയും ഗവർണറെയും അപമാനിച്ചതിൽ പ്രതിഷേധം കടുക്കുകയാണ്. ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതമാതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രജിത്തിലേക്ക് പോവുകയാണ്. പ്രജിത്ത്, മന്ത്രി വി ശിവൻകുട്ടി അപമാനിച്ചത് ഭാരതാംബയെ മാത്രമല്ല ഗവർണറെ കൂടിയാണ്. നേരിട്ടോ രേഖാമൂലമോ അതൃപ്തി അറിയിക്കുമെന്ന് ഗവർണർ നിലപാട് എടുക്കുകയാണത് എങ്ങനെ വേണമെന്നതിൽ രാജ്ഭവനിൽ ആലോചന തുടരുകയാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. സംസ്ഥാനത്തുടനീളം ഈ വിഷയത്തിൽ പ്രതിഷേധം കടുക്കുകയാണല്ലേ പ്രജിത്ത്? ത്തിൽ വിവിധ സമയങ്ങളിലായി പുഷ്പാർച്ചനയും നിലവിളക്ക് കൊളുത്തലുമൊക്കെ അങ്ങനെയുള്ള പദ്ധതികളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഭാരതമാതാവിനെ പൂജിക്കുന്നതിന് ഏതെങ്കിലും രീതിയിൽ അവഹേളിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് BJP ഉള്ളത്. അതിന് ഏതറ്റം വരെയും പോയുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നൊക്കെ തന്നെയാണ് നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. കാരണം ഭാരതമാതാവെന്ന സങ്കല്പത്തിന് അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ഒരു പ്രാധാന്യമല്ല ഉള്ളത്. അത് ഈ രാജ്യത്തെ എല്ലാവരുടെയുമാണ് എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ എല്ലാവരും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗവർണറെ പോലെയുള്ള ഈ പറയുന്ന നിലപാടുകൾ എല്ലാവരും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭാരതാംബയെ അവഹേളിക്കുന്ന ഒരു സമീപനത്തെ അംഗീകരിക്കാൻ ഒരു കാരണവശാലും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളെല്ലാം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്നത്. അതിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇത് സെക്രട്ടേറിയറ്റിന് മുന്നിലും അല്പസമയത്തിനുള്ളിൽ ഇത്തരമൊരു
പ്രതിഷേധം അരങ്ങേറും. ആ പ്രതിഷേധത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും. ഭാരതാംബയെ പൂജിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്, ഭാരതാംബയെ പൂജിക്കേണ്ടതുമാണ് എന്നുള്ളൊരു സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനെ ഏതെങ്കിലും രീതിയിൽ ഉയർത്തിക്കെട്ടാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്നുള്ളൊരു താക്കീത് കൂടിയാണ് BJP ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നത്. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഭാരതാംബയെ മാത്രമല്ല ദേശീയ ഗാനത്തെയും ഗവർണറെയും വരെ മന്ത്രി വി ശിവൻകുട്ടി അവഹേളിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി പറഞ്ഞു വയ്ക്കാവുന്നതാണ്. കാരണം ഗവർണറുടെ ഏത് പരിപാടിക്കും, അത് രാജ്ഭവനിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി, ചില പ്രോട്ടോക്കോളുകളുണ്ട്, ചില മര്യാദകളുണ്ട്. ഈ മര്യാദകളുടെ ഭാഗമാണ് ദേശീയ ഗാനത്തിന് മുൻപ് എല്ലാവരും വേദിയിലെത്തുന്നു, ശേഷം ഗവർണർ വേദിയിലെത്തുന്നു, അതിനുശേഷം ദേശീയ ഗാനം ആരംഭിക്കുന്നു, അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. പിന്നീട് ഗവർണർ സംസാരിച്ചു കഴിഞ്ഞ് അദ്ദേഹം ദേശീയ ഗാനം ആലപിച്ച ശേഷം അദ്ദേഹം വേദി വിട്ടതിന് ശേഷം മാത്രമേ ആ സദസ്സിലും ആ വേദിയിലുമുള്ള ആരും അവിടെ നിന്ന് എണീറ്റ് പോകാൻ കഴിയുകയുള്ളൂ. നമ്മൾ അത്തരം പരിപാടികൾക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ അത് കൃത്യമായി അനൗൺസ് ചെയ്യുകയും ചെയ്യും. ആരും നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. രാജ്ഭവനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ പ്രോട്ടോകോൾ കൃത്യമായി അറിയാമായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടിക്കും ഈ പ്രോട്ടോകോൾ കൃത്യമായി അറിയാമായിരുന്നു. എന്നിട്ടും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അത് രാജ്ഭവൻ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. മന്ത്രി വി ശിവൻകുട്ടി അന്ന് അവിടെ പ്രസംഗിച്ച പ്രതിഷേധ പ്രസംഗം അത് അദ്ദേഹം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ മനഃപൂർവ്വം ഒരു പ്രതിഷേധം നടത്താൻ തന്നെയാണ് മന്ത്രി അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഭാരതാംബയുടെ ചിത്രവും നിലവിളക്ക് കൊളുത്തലുമെല്ലാം ഉണ്ടാകുമെന്ന് മന്ത്രിക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് രാജ്ഭവൻ ഈ നേരത്തെ പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആസൂത്രിതമായിട്ടുള്ള ഒരു ഷോ ഡൗണിന് വേണ്ടി, ആസൂത്രിതമായ ഒരു ഏറ്റുമുട്ടലിന് വേണ്ടി തയ്യാറായിട്ടാണ് മന്ത്രി വന്നത് എന്നുള്ളതായിരുന്നു ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ മന്ത്രി മുൻകൂട്ടി അത്തരം ഒരു പ്രതിഷേധം നിശ്ചയിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് രാജ്ഭവൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ ദേശീയ ഗാനം ആലപിച്ചതിന് ശേഷമാണ് മന്ത്രി ആ വേദിയിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ പറയുന്ന രീതിയിൽ അധ്യക്ഷ ഭാഷണം നടത്താൻ മന്ത്രി എഴുന്നേൽക്കുന്നു. അധ്യക്ഷ ഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം ഭാരതമാതായുടെ ചിത്രത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ ഇതേത് ഭാരതമാത, ഇതെന്ത് ചിത്രമാണെന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ചോദിച്ച് ഇതാരുടെ ചിത്രമാണെന്ന രീതിയിലേക്കുള്ള ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു പരാമർശം നടത്തിയിട്ട് അവിടെ നിന്നും അദ്ദേഹം വേദി വിട്ടിറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തൻ്റെ മുന്നിലിരിക്കുന്നത് ഗവർണറാണ്. ആ ഗവർണറുടെ മുന്നിൽ വെച്ചാണ് താൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റതെന്ന് പോലും ഓർക്കാതെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പെരുമാറ്റത്തിൽ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്ഭവൻ. നേരിട്ടോ രേഖാമൂലമോ അതൃപ്തി അറിയിക്കാനാണ് തീരുമാനം. ഒപ്പം അത് എങ്ങനെ വേണമെന്നതിൽ രാജ്ഭവനിൽ കൂടിയാലോചനകൾ, ചർച്ചകൾ തുടരുന്നു എന്ന വാർത്തയാണ് പ്രജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.